നമസ്കാരം. ASCC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഈ മാസം 5-ാം തീയതി നടന്ന CSEB നടത്തിയ അസിസ്റ്റന്റ് സെക്രട്ടറി 10 മാത്സ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ certain code language, landmine is written as PYRBQGRC. Then homemade is be written in that language code. Okay, നമുക്ക് നോക്കിയാലോ. LANDMINE ഇതിനെ അവര് PYRBQGRC എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഹോം മെയ്ഡ് എങ്ങനെ എഴുതുമെന്നാണ് നമ്മുടെ ചോദ്യം. ഹോം മെയ്ഡ് അല്ല, അത് തന്നെ ഹോം മെയ്ഡ് എങ്ങനെ എഴുതുമെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ A1, B2, C3, D4, E5 അങ്ങനെ നമ്പർ നമ്മൾ കൊടുത്ത് പൊക്കോണ്ടിരിക്കും. അപ്പം Lന് 12 കിട്ടും. കറസ്പോണ്ടിങ് നിൽക്കുന്ന Pക്ക് 16 കിട്ടും. അപ്പൊ 12, 16 ആയിരിക്കുന്നത് 4 കൂടി ഇരിക്കുക. ഇനി എല്ലാം 4 കൂടിയാണോ ഇരിക്കുന്നത് എന്ന് അന്വേഷിക്കണം. A എന്ന് പറഞ്ഞാൽ 1 ആണ്, Y എന്ന് പറഞ്ഞാൽ 25 ആണ്. ഒരിക്കലും 1 ന്ന് 25 എത്തണമെങ്കിൽ 24 കൂടണം. പക്ഷെ അത്രയും വലിയ കൂടൊക്കെ ഒന്നും ഒരിക്കലും വരത്തില്ല. അപ്പൊ നിങ്ങൾ എയിൽ നിന്ന് പുറകോട്ട് എണ്ണണം. എയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന അക്ഷരം ആരാന്ന് വെച്ചാൽ ആരുമില്ല. പക്ഷെ നിങ്ങൾ ഇസഡിൽ പോകണം. എയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരു ലെറ്റർ, എയുടെ ഒരു ലെറ്റർ ബാക്കിൽ നിൽക്കുന്ന ആളാണ് ഇസഡ്. 2 ലെറ്റർ ബാക്കിൽ നിൽക്കുന്ന ആളാണ് വൈ. ഓക്കെ, ഇസഡിന് തൊട്ട് മുമ്പുള്ള മീൻസ് ഇത് 2 കുറഞ്ഞ് നിൽക്കുവാണെന്ന് പറയാം. അടുത്ത N എന്ന് പറഞ്ഞാൽ 14ാമത്തെ ലെറ്ററാ, R എന്ന് പറഞ്ഞാൽ 18ാമത്തെ ലെറ്ററാ. 14, 18 4 കൂടി. അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. 4 കൂടി, 2 കുറഞ്ഞ് 4 കൂടി. ഇനി അടുത്ത 2 കുറയുവാണെങ്കിൽ കൺഫേം. ഈ ഒരു ഓർഡർ കണ്ടിന്യൂ ചെയ്യുവാണ്. D4 ആണ്, B2 ആണ്. 4, 2 2 കുറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ 4 കൂടി 2 കുറഞ്ഞ് 4 കൂടി 2 കുറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. 4 കൂടി 2 കുറഞ്ഞ് 4 കൂടി 2 കുറഞ്ഞ് ഇങ്ങനെ പോവാം. ഓക്കെ, H 8ാമത്തെ ലെറ്റർ ആണ്. 8, 4, 12 12 L എന്ന് വരും. എല്ലാ Lനാ തുടങ്ങിയേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഗുണമില്ല. O 15ാമത്തെ ലെറ്റർ ആണ്. 15 ന്ന് 2 ആയ 13 13ാമത്തെ ലെറ്റർ M വരും. LME നിൽക്കുവാണ് എല്ലാം, അതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമില്ല. M 13ാമത്തെ ലെറ്റർ ആണ്. 13, 4, 17 17ാമത്തെ ലെറ്റർ Q. അപ്പൊ LMQ വേണ്ട. ഓപ്ഷൻ C വെട്ടാം. LMO ആണ്. LMP ഓപ്ഷൻ D വെട്ടാം. LMP ഓപ്ഷൻ എയും വെട്ടാം. ക്ലിയർ അല്ലേ? M 13ാമത്തെ ലെറ്റർ, 13, 4, 17 17ാമത്തെ ലെറ്റർ Q. അങ്ങനെ വന്നേക്കുന്ന ഒറ്റ ഓപ്ഷൻ, ഓപ്ഷൻ B ഉത്തരം. ക്ലിയർ ആണ്? ഇനി വേണമെങ്കിൽ അടുത്തതും കൂടെ നമുക്ക് ചുമ്മാ നോക്കാം. ഈ 5ാമത്തെ ലെറ്റർ ആണ്. 5 ന്ന് 2 ആയാൽ 7 വരും. 5 ന്ന് 2 ആയ 3 വരും. 3ാമത്തെ ലെറ്റർ C. LMQC. പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ഇത്രയാണ് കഥ. ഉത്തരം കിട്ടിയിട്ടുണ്ട്. 2ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. In 20 liter mixture, there is 20% wine and the rest water. ഓക്കെ, അതായത് ഒരു പാത്രത്തിൽ മൊത്തത്തിൽ 20 ലിറ്റർ മിക്സ്ചർ ആണുള്ളത്. 20 ലിറ്റർ മിക്സ്ചർ. ആ 20ന്റെ 20% എന്ന് പറഞ്ഞാൽ 20/100. ഈ 0 ഈ 0 കട്ട്, ഈ 0 കട്ട് 4 ലിറ്റർ എന്ന് വരും. 20ന്റെ 20% എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ. ആ 4 ലിറ്റർ എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? വൈനാണെന്നാ പറഞ്ഞേക്കുന്നത്. 20% വൈൻ എന്ന് വെച്ചാൽ 20% 4 ആണ്. ഇതിനകത്ത് 4 ലിറ്റർ വൈനാണ്. ബാക്കി 20 ലിറ്റർ, ബാക്കി 16 ലിറ്റർ ഉണ്ട്, അത് വാട്ടറാണ്. ഇതാണ് കഥ. ഓക്കെ, അപ്പൊ ഈ പാത്രത്തിലോട്ട് ഇതിനകത്ത് 4 ലിറ്റർ വൈൻ ഉണ്ട്, 16 ലിറ്റർ വാട്ടർ ഉണ്ട്. അപ്പൊ ഈ പാത്രത്തിലേക്ക് in this mixture 5 liter more water is added. 5 ലിറ്റർ more water is added. അപ്പൊ ആലോചിച്ച് നോക്ക്. വൈനിന്റെ അളവ് 4 ലിറ്റർ ആണ്. 4 ലിറ്റർ വൈനാണ് ഇതിനകത്തുള്ളത്. പക്ഷേ നമ്മളൊരു 5 ലിറ്റർ more water is added. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു. അപ്പൊ 16 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുന്നു. അപ്പൊ 16 + 5 21 ലിറ്റർ വാട്ടർ ആവുന്നു. അങ്ങനെ 21, 4 25 ലിറ്റർ ടോട്ടൽ ആവുന്നു. ഓക്കെ, 25 ലിറ്റർ ഇപ്പം വൈൻ നമ്മൾ ഒഴിച്ചിട്ടില്ല. നേരത്തെ ഉള്ള അതേ അളവ് തന്നെ 4 ലിറ്റർ വൈൻ, 21 ലിറ്റർ വാട്ടർ.
ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് വൈൻ, വൈനിന്റെ പെർസെൻറ്റേജ് ആണ് അറിയേണ്ടത്. അപ്പൊ വൈൻ എത്രയെന്ന് അറിയണം. വൈനിന്റെ പെർസെൻറ്റേജ് അറിയണമെങ്കിൽ വൈൻ എത്ര, 4 ലിറ്റർ. എത്രല്ല, 25 ലിറ്ററിൽ. ഇപ്പൊ 25ൽ 4. ഇനി ഇതിനെ പെർസെൻറ്റേജ് ആക്കാൻ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ വൈനിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഇപ്പൊ നിലവിലുള്ള വൈനിന്റെ പെർസെൻറ്റേജ് കിട്ടും. അപ്പൊ വൈനിന്റെ അളവേ ബൈ ടോട്ടൽ അളവേ ഇൻറ്റു 100 ചെയ്താൽ മതി. ഈ 25 100 കൂടെ കട്ട് ചെയ്യും. 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100. 4 × 4 16% വൈൻ ഇതിനകത്തുണ്ട്. നേരത്തെ 20% ഉണ്ടായിരുന്നു, ഇപ്പൊ 16% ഉണ്ട്. മീൻസ് ഉത്തരം ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് നമ്പർ സീരീസ്. ഈ നമ്പർ സീരീസിലെ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്തുള്ള നമ്പർ ആയിരുന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ 7, 11, 25, 59, 133 ഡാഷ്. നമുക്ക് തൽക്കാലം തമ്മിലുള്ള വ്യത്യാസം എടുക്കാം. 7ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 4, 11, 25 തമ്മിലുള്ള വ്യത്യാസം 14, 25, 59 തമ്മിലുള്ള വ്യത്യാസം 59 25 എത്ര, 34, 133, 59 തമ്മിലുള്ള വ്യത്യാസം 9, 4, 13, 12, 5, 7, 74. എല്ലാം 4 അവസാനിക്കുന്ന സംഖ്യ. അപ്പൊ ഇതിനൊരു തുടർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ തുടർച്ചയിൽ ഇവിടെ ഉള്ള ആളെ കിട്ടിയാൽ ഇവ അമ്മ ആഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഉത്തരം കിട്ടും. അപ്പൊ 4 14 ആവണമെങ്കിൽ 10 കൂടണം. 14 34 ആവണമെങ്കിൽ 20 കൂടണം. 34 74 ആവണമെങ്കിൽ 40 കൂടണം. 4 വെച്ച് നോക്ക്, 10, 20, 40 വ്യക്തതയുണ്ട്. 10ന്റെ ഇരട്ടിയാണ് 20, 20ന്റെ ഇരട്ടിയാണ് 40. അപ്പൊ ഉറപ്പായിട്ട് 40ന്റെ ഇരട്ടി 80 അടുത്തടുത്ത് വരണം. ഓക്കെ, അപ്പൊ 4ഉം 10ഉം 14, 14ഉം 20, 34, 34, 40, 74, 74, 80, 8, 7, 15, 154. അപ്പൊ 154 ഈ പ്ലേസിൽ വരും. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യപ്പോൾ ഇവിടെ വരും. 4, 3, 7, 5, 3, 8, 1, 1, 2. അങ്ങനെ നമ്മുടെ ആൻസർ 287 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. P, Q, R, S, T, U and P are sitting along a circle facing the center. അപ്പൊ അത്ര അവിടെ നിൽക്കട്ടെ. അപ്പം എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7 പേരുണ്ട്. അപ്പൊ നമ്മളൊരു സർക്കിൾ വരച്ച്, എന്നിട്ട് ഈ 7 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് കൊടുക്കണം. അപ്പൊ ആദ്യം ഒരു വര വരച്ചേ. ഒരു വര വരയ്ക്കപ്പോൾ ആ വരയുടെ അറ്റത്തും ആൾക്കാരിരിക്കുന്നത്, സെന്ററിലോട്ട് നോക്കിക്കൊണ്ട് അറ്റത്തും അപ്പോൾ 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റായി. അടുത്തൊരു വര വരച്ച് അപ്പോൾ 4 പേർക്കായി. അടുത്തൊരു വര വരച്ച് ഇപ്പോൾ 6 പേർക്കായി. ഓക്കെ, ഇനി ഒരാളെ കൂടെ ഞാൻ ഇങ്ങോട്ട് വരച്ച് വെച്ച് ഇപ്പോൾ 7 പേർക്കായി. ഇങ്ങോട്ട് വരച്ചാൽ 8 പേരായി. ഇപ്പോൾ എത്ര സീറ്റ് ഉണ്ടോ നോക്ക്. 1, ഈ വരയുടെ എൻഡ് പോയിന്റ് സീറ്റ് 2, കസേര ഇട്ട് കൊടുക്കും നമ്മൾ. 3, 4, 5, 6, 7. 7 പേരുണ്ട്. 7 പേർക്ക് നമ്മൾ കസേര ഇട്ട് കൊടുത്ത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി എപ്പോഴും ഒരു കാര്യം കൂടെ ചുമ്മാ പറയുകയാണ്. ഇതൊരു സർക്കിളാണ്. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടെന്ന് വെച്ചോ. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വ്യക്തി അകത്തോട്ട് നോക്കിയിരിക്കുക. അപ്പൊ അയാളുടെ റൈറ്റ് സൈഡ് ഇതായിരിക്കും. ഇതാണ് അയാളുടെ റൈറ്റ് സൈഡ്, അകത്തോട്ട് നോക്കിയിരിക്കുക. അപ്പൊ ഇത് അയാളുടെ ലെഫ്റ്റ് സൈഡാണ്. ഇനി എപ്പോഴും ആലോചിക്കണം, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൊട്ടേഷൻ ആയിരിക്കും. ഇത് ആന്റി ക്ലോക്ക് വൈസാണ്. അപ്പൊ എപ്പോൾ റൈറ്റ് എന്ന് കേട്ടാലും ആന്റി ക്ലോക്ക് വൈസാണ്. ശ്രദ്ധിക്കണം, എപ്പോൾ റൈറ്റ് എന്ന് കേട്ടാലും ആന്റി ക്ലോക്ക് വൈസാണ്. ഓക്കെ, ഇനി ലെഫ്റ്റ് എന്ന് കേട്ടാ ഏതാ, ഈ സർക്കുലർ ടേബിളിൻ്റെ അകത്ത് ഇരിക്കപ്പോഴാണ് ലെഫ്റ്റ് എന്ന് കേട്ടാ. അപ്പൊ എയുടെ ലെഫ്റ്റ് ഇതല്ലേ, അങ്ങോട്ട് നോക്കിയിരിക്കുക. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് അല്ലേ ഇങ്ങനെ. ഓക്കെ, ഇനി ഏത് പൊസിഷനിൽ ഇരുന്നാലും ഇവിടെ നിന്ന് നിങ്ങൾ നോക്ക്, ലെഫ്റ്റ് ഒരാളുടെ ലെഫ്റ്റ് ആണ് ഇരിക്കുന്നതെങ്കിൽ ക്ലോക്ക് വൈസ്. ഇപ്പം ബി ഇവിടെ ഇരിക്കുന്നത്, ബിയുടെ ലെഫ്റ്റ് ആയിട്ട് സി ഇരിക്കുന്നത്. അപ്പൊ ബിയുടെ ലെഫ്റ്റ് സി ആണെങ്കിൽ ബിയുടെ ക്ലോക്ക് വൈസിൽ സി ഇരിക്കുന്നതെന്ന് അർത്ഥം. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസാ. ബി അകത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ആളുടെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഇപ്പൊ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. ഇതൊന്ന് എഴുതി വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പടം വരച്ച ഒരാളെ വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ആൾക്കാരെ ഇരുത്തിപ്പാം. പി ഈസ് ബിറ്റ്വീൻ വി ആൻഡ് എസ്. അപ്പൊ പി എന്ന് പറയുന്നത് വിക്ക് എസിന് ഇടയ്ക്കാം. അപ്പം അത് നമുക്കൊരിക്കലും ഒരു തുടങ്ങാൻ ബെറ്റർ സെന്റൻസ് അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വിക്ക് എസിന് ഇടയ്ക്കാണ് പി ഇരിക്കുന്നത്. തിരിച്ചിരുന്നാലും വിക്ക് എസിന് ഇടയ്ക്ക് പി വരിക. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വി എസ് മാറിയിരുന്നാലും അവർക്കിടയിലാണ് പി എന്നുള്ളതിനകത്ത് മാറ്റം ഇല്ലാത്തത് കൊണ്ട് അത് റിസ്ക് ആണ് ആ സെന്റൻസിൽ തുടങ്ങുന്നത്. കാരണം 2 ചാൻസ് ഉണ്ട്. ആ സെന്റൻസ് വിട്. ആർ
ഹു ഈസ്. ഈ ഹു എന്ന് പറയുന്ന സാധനം നമ്മുടെ ചോദ്യത്തിൽ കിടപ്പുണ്ടെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളെയാണ് ഈ ഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹു എന്ന് പറഞ്ഞാൽ ആരെന്ന് വെച്ചാൽ ഈ ആറാണ്. അപ്പൊ ആറ് ഈസ് സെക്കൻഡ് ദ റൈറ്റ് ഓഫ് എസ്. ഇത് ഓക്കെയാണ്, നമുക്ക് തുടങ്ങാൻ ബെസ്റ്റ് സെന്റൻസ് ആണ്. ഓക്കെ, ഒരാളുടെ റൈറ്റ് രണ്ടാമത് ഇനി എങ്ങനെ പോയാലും ഒറ്റ സ്ഥലത്തേ വരൂ. അപ്പൊ ഈ എസ് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് ഇതിനകത്ത് എവിടെ വേണമെങ്കിലും ഇരുത്താം. ഞാൻ തൽക്കാലം എസിനെ ഇങ്ങോട്ട് ഇരുത്തി, എസിനെ ഇവിടോട്ട് ഇരുത്തി. എസിന്റെ റൈറ്റ് സെക്കൻഡ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്. എസിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്, അത് മാത്രം നോക്കണം. റൈറ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്, അല്ല തന്നെ അകത്തോട്ട് നോക്കിയിരിക്കുന്ന ആളുടെ റൈറ്റ് അങ്ങോട്ടല്ലേ. റൈറ്റ് എത്ര? സെക്കൻഡ് പൊസിഷൻ 1 2. ഈ പൊസിഷനിലാണ് ആരിയിരിക്കുന്നത്? ആറിരിക്കുന്നത്. 6. അപ്പൊ എസിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിൽ, എസിന്റെ ആന്റി ക്ലോക്ക് വൈസിൽ, എസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസിൽ സെക്കൻഡ് പൊസിഷൻ 1 2 അവിടെ ആയിട്ട് ആറിരിക്കുന്നു. തീർന്നില്ല. ഈസ് ബിറ്റ്വീൻ, ഈസ് ആര്? ഈ 6 തന്നെ. ഈസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് യു. നമ്മുടെ ആർ എന്ന് പറയുന്നത് ഈസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് യു. ആർ ഈസ് സെക്കൻഡ് ദ റൈറ്റ് ഓഫ് എസ് ആൻഡ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് യു. ഈസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് യു എന്ന് വെച്ചാൽ ആർ ഇരിക്കുന്നത് എസിന്റെ റൈറ്റ് രണ്ടാമതും ക്യൂവിനും യുവിനും ഇടയിലാണ് എന്നതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഓക്കെ, ആർ ഹു ഈസ്, ആർ എന്ന് പറയുന്നത് എസിന്റെ റൈറ്റ് രണ്ടാമതും ക്യൂവിനും യുവിനും ഇടയിലാണെന്നുമാണ് അർത്ഥം. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ക്യൂവിനും യുവിനും ഇടയിലാണ് ആർ ഇരിക്കുന്നതെങ്കിൽ ക്യൂ ഇവിടെ വരാം, ചാൻസ് ആണ് യു ഇവിടെ വരാം. തിരിച്ചും വന്നൂടെ? ക്യൂ ഇവിടെ വരാം, യു ഇവിടെ വരാം. എന്നുവെച്ചാൽ ഈ രണ്ട് സാധ്യത ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്, ആർ ഇവിടെ ഇരുന്ന സ്ഥിതിക്ക് നമുക്ക് ക്യൂവും യുവും ഈ രണ്ട് പൊസിഷനിലേ വരാൻ പാടുള്ളൂ. ഓക്കെ, ക്യൂ ഇവിടെ വന്നാൽ യു ഇവിടെ വന്നോണം, ക്യൂ ഇവിടെ വന്നാൽ യു ഇവിടെ വന്നോണം. അതാണ് കേസ്. അവിടെ നമ്മൾ ആളെ ഇരുത്തിയിട്ടില്ല, ചാൻസ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചെന്നേ ഉള്ളൂ. തുടരാം. ക്യൂ ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് ടി. ക്യൂ എന്ന് പറയുന്നത് നോട്ട് ദ, അതിന് മുമ്പ് നമുക്കൊരു സെന്റൻസ് നമ്മൾ വായിച്ചിട്ട് എഴുതാൻ പറ്റാതെ വിട്ടില്ലേ? അതൊന്ന് വായിച്ചേക്കാം. ഇതാണ് നമുക്ക് എഴുതാൻ പറ്റാതെ പോയ സെന്റൻസ്. പി ഈസ് ബിറ്റ്വീൻ വി ആൻഡ് എസ്. പി എന്ന് പറയുന്നത് വിക്ക് എസിനും ഇടയ്ക്കാണ്. ഇപ്പൊ എസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം എസും വിക്ക് ഇടയ്ക്കാ പി നിൽക്കുന്നത്. അപ്പൊ എസ് ഒരാൾ കഴിഞ്ഞിട്ട് അപ്പം വി എ ഇരുത്തണം. ഇവിടെ ഈ പൊസിഷനിലോട്ട് വന്നാൽ വി എ ഇവിടെ ഇരുത്തിയിട്ട് പി എ ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല, കാരണം വിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എസ് വി, അതിനിടയ്ക്ക് പി ഇരിക്കുന്നത് ഒരിക്കലും സാധ്യമല്ലല്ലോ. ഇവിടെ ആറ് കയറി ഇരുന്ന് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോയിട്ട് കഥയില്ല, തിരിച്ചു വരാം. ഇവിടെ എല്ലാം വേക്കൻ്റ് ആയിട്ട് കിടക്കുക. അപ്പൊ എസിനും വിക്കും ഇടയിൽ പി ഇരിപ്പുണ്ട്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയില്ലേ? എസിനും വിക്കും ഇടയിൽ പി ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ സെന്റൻസ് വായിക്കാം. ക്യൂ ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് ടി. ഇനി ക്യൂവും യുവും ഇവിടെ ആയിട്ടായിരിക്കണ്ടേ, ഇനി ടി മാത്രമേ ഇരിക്കാൻ ബാക്കിയുള്ളൂ. അപ്പൊ ടി ഇവിടെ ഇരിക്കണം. ടി ഉറപ്പായിട്ട് ഇവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ടി അവിടെ ഇരുന്ന്. ടിയുടെ നെയ്ബർ അല്ല ക്യൂ, എന്ന് വെച്ചാൽ ഇവിടെ ക്യൂ വരാൻ പാടില്ല. അപ്പൊ ഇനി അവിടെ ആരാ വരാൻ പോകുന്നേ? യു ആ വരാൻ പോകുന്നേ, യു. അപ്പൊ ഇവിടെ യു വന്നാൽ ഇവിടെ ആര് വരും? ക്യൂ വരും. എല്ലാവരും ഇരുത്തി കഴിഞ്ഞു. ഓക്കെ, ടിയുടെ നെയ്ബർ അല്ല ക്യൂ, അപ്പൊ ക്യൂവിന് ഇവിടെ വരേണ്ടി വരും. ടിയുടെ അടുത്ത് ക്യൂ ഇരുന്നൂടാ, അപ്പൊ ക്യൂവിന് പിന്നെ ഇവിടെ ഇരിക്കാനേ പറ്റൂ. ക്യൂവിന് ഒന്നേ ഇവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. ടിയുടെ അടുത്ത് ഇരിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ ക്യൂവിനെ ഇവിടെ ഇരുത്താം. ക്യൂവിനെ ഇവിടെ ഇരുത്തിയാൽ യുവിനെ ഇവിടെ ഇരുത്തേണ്ടി വരും. കാരണം ആറെന്ന് പറഞ്ഞാൽ ക്യൂവിനും യുവിനും ഇടയ്ക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? വി ഈസ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. പിക്കും എസിനിടയിൽ ആരും തന്നെ ഇല്ല. അപ്പൊ എങ്ങനെ വിക്ക് ഇരിക്കാൻ പറ്റും? വി എവിടെ ഇരിക്കുന്നത്? അതായിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ തെറ്റ്. ആർ ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് വി. വിയുടെ ലെഫ്റ്റ്, വി എവിടെ? വിയുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. വിയുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. 1 2 സെക്കൻഡ് എന്ന് പറഞ്ഞേക്കുന്നത് 1 2. രണ്ടാമതായിട്ട് ആറ് ഇരിക്കുന്നത്. രണ്ടാമതായിട്ട് ആറ് ഇരിക്കാൻ പറ്റുമോ? 1 2. രണ്ടാമതായിട്ടല്ലല്ലോ, മൂന്നാമതായിട്ടല്ലേ. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. 1 2 3 3. മൂന്നാമത് ആറ് ഇരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് സെന്റൻസ് തെറ്റ്. പി ഈസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എസ്. എസിന്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്.
ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് പി ഇരിക്കുന്നത്. പി ഈസ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എസ്. എസിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ പി ഇരിക്കുന്നത്. കറക്റ്റ് സെന്റൻസ് ആണല്ലോ. ഇതാ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഇത് ശരിയാണോ നോക്ക്. ആർ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി. പിയുടെ തേർഡ് ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് 1 2 3 ആണോ? അല്ലല്ലോ, അല്ല. ഓപ്ഷൻ ഡിയും തെറ്റ്. അപ്പൊ നമ്മുടെ ഫൈനൽ ഉത്തരം ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ചോദ്യം നമ്പർ 5. എ ബാഗ് കണ്ടെയ്ൻ 1 rupee 50 paisa, 50 പൈസ ആൻഡ് 25 പൈസ coins in the ratio 5:6:7. If the total money in the bag is rupees 312. 312. Okay. Find the number of 50 paisa coins. 50 പൈസ കോയിൻ്റെ എണ്ണം എത്രയാണെന്നാ ചോദ്യം. വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്. ശ്രദ്ധിച്ചോ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷയിൽ ഇപ്പം അടുപ്പിച്ച് കുറേ പരീക്ഷകളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ടോട്ടൽ രൂപ തന്നിട്ടുണ്ട്. കണ്ടോ? ടോട്ടൽ രൂപ. ഓക്കെ, 312 രൂപ. അപ്പോൾ നമുക്ക് റേഷ്യോന് ആനുപാതികമായ രൂപ കണ്ടുപിടിക്കണം. റേഷ്യോന് ആനുപാതികമായ ടോട്ടൽ രൂപ കണ്ടുപിടിക്കണം. ഇവിടെ ടോട്ടൽ, ഒരു ബാഗിലെ ടോട്ടൽ മണി തന്നത് കൊണ്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഈ ടോട്ടൽ മണിയാണ് തരുന്നത്. അപ്പോൾ റേഷ്യോന് ആനുപാതികമായ ടോട്ടൽ മണി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ബാഗിനകത്തുള്ള കോയിൻസ് ഏതൊക്കെയാ? 1 രൂപയുടെ കോയിൻ ഉണ്ട്, 50 പൈസ കോയിൻ ഉണ്ട്, 25 പൈസ കോയിൻ ഉണ്ട്. അതിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:6:7 ആണ്. ഓക്കെ, ഇനി എണ്ണത്തിന് ആനുപാതികമായ രൂപ കണ്ടുപിടിക്കണം. രൂപയുടെ ടോട്ടൽ എടുക്കണം, അത് നമുക്ക് എടുക്കാം. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, 1 രൂപ നിങ്ങളുടെ കയ്യിൽ 5 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയുണ്ട്? റേഷ്യോന് ആനുപാതികമായ രൂപ കണ്ടുപിടിക്കണം. 1 രൂപ നിങ്ങളുടെ കയ്യിൽ 5 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര രൂപയുണ്ട്? 5 രൂപ. 50 പൈസ നിങ്ങളുടെ കയ്യിൽ 6 എണ്ണം ഉണ്ട്. 2 50 പൈസ വരപ്പോഴാണ് 1 രൂപയാവുന്നത്. ശരിയാണേ? അപ്പം 6 50 പൈസയപ്പോൾ എത്ര? 3 രൂപയാവും. എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ പകുതി രൂപയാണ്. 50 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപയുടെ പകുതിയാണല്ലോ. ഓക്കെ, അപ്പോൾ 6 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 രൂപ ആവത്തേ ഉള്ളൂ. അല്ലെ തന്നെ 50 പൈസ × 6, 50 × 6 അടിച്ചാൽ മതി, 300 പൈസ വരും. 300 പൈസ എന്ന് പറഞ്ഞാൽ 3 രൂപയാണല്ലോ. 100 പൈസയാണ് 1 രൂപ. ഓക്കെ, അപ്പം 3 രൂപ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണ് ഇത്രയും. ഇനി 25 പൈസ നിങ്ങളുടെ കയ്യിൽ 7 എണ്ണം ഉണ്ട്. 25 പൈസ 4 എണ്ണം ഉള്ളപ്പോൾ 1 രൂപയാവും. 25 25 50 25 75. 25 25 50 25 75. 75 25 1 രൂപ. ഓക്കെ, 100 ആണ് 1 രൂപ. 100 പൈസ മീൻസ് 1 രൂപ. അപ്പം 4 25 പൈസ വരപ്പം 1 രൂപയായി. 3 25 പൈസ, 4 3 7 25 പൈസ മൊത്തം ഉള്ളത്. അപ്പം 3 25 പൈസ വരപ്പോഴോ 25 25 50 25 75 പൈസ എന്ന് വെച്ചാൽ 1 രൂപ. 4 എണ്ണം അപ്പോൾ 1 രൂപയാവും, 3 എണ്ണം അപ്പോൾ 75 പൈസയാവും. അപ്പോൾ 1 രൂപ 75 പൈസ. 1 രൂപ 75 പൈസ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 1.75. ഇത് ആഡ് ചെയ്യപ്പോഴാണ് റേഷ്യോന് ആനുപാതികമായ ടോട്ടൽ രൂപ നിങ്ങൾക്ക് കിട്ടുന്നത്. 5 3 8 1 9, 9.75. 9.75. ഇത് റേഷ്യോയിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ മണിയാണെങ്കിൽ ഇത് യഥാർത്ഥ മണിയാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇത് രണ്ടും സെയിം ആണ്. ഇത് റേഷ്യോ, ഇത് ഒറിജിനൽ വാല്യൂ. ഓക്കെ, അപ്പം 9.75 ആണ്. ശ്രദ്ധിക്കണം, 9.75 ആണ് റേഷ്യോയിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ മണി. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ 312. നിങ്ങൾ അത് തമ്മിൽ ഇക്വറ്റ് ചെയ്യാം. 9.75 ആണ് 312. ഇത്ര എഴുതുക. ഇത്രയാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്ര ഓക്കെ ആണല്ലോ. നമ്പറിന് ആനുപാതികമായ രൂപ കണ്ടെത്തി കൂട്ടിവെക്കുക. അത് നിങ്ങളുടെ ടോട്ടൽ, ചോദ്യത്തിൽ തന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 9.75 ആണ് 312 രൂപ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടത് ഫൈൻഡ് ദ നമ്പർ ഓഫ് 50 പൈസ കോയിൻ. 50 പൈസ കോയിൻ്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നിങ്ങൾ 50 പൈസ കോയിൻ്റെ എണ്ണമാണല്ലോ കണ്ടെത്തേണ്ടത്. അപ്പൊ എണ്ണത്തിന്റെ റേഷ്യോ എടുക്കണം 6. അപ്പൊ 6 എത്രയാണെന്ന് അന്വേഷിച്ചു പോയാൽ മതി. 9.75 312 എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 6 എന്ന് പറയുന്ന 50 പൈസ കോയിൻ്റെ എണ്ണം, അതിനെന്ത് പറയണം എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതാണ് ഈ 50 പൈസ കോയിൻ്റെ എണ്ണം. ഇനി നിങ്ങൾക്ക് 25 പൈസ കോയിൻ്റെ എണ്ണം ആണെങ്കിൽ 7 എത്ര നോക്കിയാൽ മതി. 9.75 312 ആണ്. 7 എത്ര നോക്കിയാൽ 25 പൈസ കോയിൻ്റെ എണ്ണം കിട്ടും. 5 എത്ര നോക്കിയാൽ 1 രൂപ കോയിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 9.75 312 ആണ്. 6 എത്ര എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
6 × 312 ഡിവൈഡഡ് ബൈ 9.75. ഈ ഡെസിമൽ കളയാൻ വേണ്ടി ഞാൻ മുകളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം 6 × 312 × 100 ഡിവൈഡഡ് ബൈ ഈ 2 സ്ഥാനം എടുത്ത് മാറ്റുന്ന കളയുന്ന 975. ഈ 100നെ 975നെ 25 വെച്ച് കട്ട് ചെയ്യുന്നു. 100-നകത്ത് എത്ര 25 ഉണ്ട്? 4 എഴുതി ചേർക്കുന്നു. 975-ൽ എത്ര 25 ഉണ്ട്? 100-ൽ 4. അപ്പൊ 900-ലോ? 100-ൽ 4 എണ്ണം ഉണ്ട്. 900-ലോ? 900 ഉണ്ട്. അപ്പം 100-ൽ 4 25 ഉണ്ട്. 900 അപ്പോൾ 9 × 4 36 25 ആണ്. പിന്നെ ഒരു 75 3 അപ്പൊ 36 3 39 എണ്ണം കാണും. 39. അതായത് 975-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി 39 എന്നിട്ട് 39. ഓക്കെ ആണ്, ചെയ്ത് നോക്കിക്കോ. 975-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 39 കിട്ടും. 100-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 909 × 4 36, പിന്നെ 75 3 39. ഓക്കെ, ഈ 6-നെയും 39-നെയും 3 വെച്ച് കട്ട് ചെയ്യുന്നത്. 6-നെ 3 ആയിട്ട് കട്ട് ചെയ്താൽ 2, 39-നെ 3 ആയിട്ട് കട്ട് ചെയ്താൽ 13. ഒരിക്കലും 2 or 4 ആയിട്ട് 13 പോകാത്ത സ്ഥിതിക്ക് 312 ആയിട്ട് പോകും. അപ്പൊ 312-നെ നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 13 26, ബാക്കി 5 2, 13 4 52 അല്ലേ? അപ്പൊ 24 എന്ന് കിട്ടുന്നത്. 13 312 കൂടെ കട്ട് ചെയ്യുന്ന 24 എന്ന് കിട്ടുന്നത്. 24 × 4 96, 96 × 2 192 അല്ലേ? 24 × 4 96, 96 × 2 90 × 2 150, 6 × 2 12, 150 + 12 192. അപ്പൊ 192 എന്ന് കിട്ടുന്നു. അപ്പൊ 192 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് താനും. ഓപ്ഷൻ സി നമ്മുടെ ഉത്തരവിടെ അവസാനിക്കപ്പെടുന്നു. ഓക്കെ, ഇത്രയുള്ള പരിപാടി. അപ്പൊ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 6-ാമത്തെ ചോദ്യവും 7-ാമത്തെ ചോദ്യവും ഒരുമിച്ച് എഴുതിയേക്കുന്നത്, കാരണം അതിന് വലിയ സ്പേസ് ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്യാം. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. ഈ കോളത്തിൽ 4 നമ്പർ ഉണ്ട്, ഈ കോളത്തിൽ 4 നമ്പർ ഉണ്ട്, ഈ കോളത്തിൽ 4 അല്ല, ഒരിടത്ത് ക്വസ്റ്റ്യൻ മാർക്കാണ്, അവിടെയാണ് മിസ്സായേക്കുന്നത്, അത് കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ ആലോചിച്ച് നോക്കുക. ഈ 4 എണ്ണത്തിൽ ഈ 12 വലുതാണ്, ഈ 4 എണ്ണത്തിൽ 33 വലുതാണ്. എന്നുവെച്ചാൽ ഇത് വലുതാണ്, ഇത് 3 ചെറുതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് ഈ 12 കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. 1 2 3. അപ്പൊ 1 2 3 ഇത് 3 നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 2 6 × 1 6 കിട്ടും. ഇനി ഇതേ 3 നമ്പർ നമ്മൾ എടുത്തുനിന്ന് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 3 2 5 1 6 കിട്ടും. ഇതിന്റെ സം ഒന്ന് എടുത്ത് നോക്കുക. 6 + 6 12 ആണ്. ആ 12 അല്ലേ ഇവിടെ കിടക്കുന്നത്. അതേ പാറ്റേൺ അടുത്തടുത്ത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ഓക്കെ, 4 2 3 4 2 3 ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയോ. 3 2 6 4 24. ഇനി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്താലോ. 4 + 2 + 3 3 2 5 4 9. ഇതിന്റെ സം ഒന്ന് എടുക്ക്. 24 9 33 അല്ലേ? ആണ് 33. അപ്പൊ അത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ ഈ 3 എണ്ണത്തിനകത്ത് അത് അപ്ലൈ 5 × 2 × 3 3 2 6 × 5 30. ഇനി ഇതൊന്ന് ആഡ് ചെയ്താലോ. 5 + 2 + 3 2 10 5 അല്ല സോറി 3 2 5 5 10. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 30 + 10 40. ഇതിന്റെ സമ്മാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിന്റെ സമ്മാണ് നമ്മൾ എടുത്തേക്കുന്നത്. 40. അപ്പൊ ഇവിടെ വരാൻ പോകുന്ന നമ്പർ 40 ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 7-ാമത്തെ ചോദ്യം. ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദെയർ? എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. ഹൗ മെനി ഈവൻ നമ്പേഴ്സ് എന്നാ ചോദ്യം. എത്ര ഈവൻ നമ്പർ ഉണ്ടെന്നാണ് ചോദ്യം. ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദെയർ? ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ, ഈ ഈവൻ നമ്പേഴ്സ് ആർ, വിച്ച് ആർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന ഈവൻ നമ്പേഴ്സ് ആർ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ. ഓക്കെ, ഇതിനെ ഫോളോ ചെയ്ത് ഒരു ഈവൻ നമ്പർ കാണണം. എന്നുവെച്ചാൽ ഈവൻ നമ്പറിനെ ഫോളോ ചെയ്ത് ഒരു ഈവൻ നമ്പർ കാണണം. ക്ലിയർ ആണേ? ആസ് വെൽ ആസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ ആൻ ഓഡ് നമ്പർ. ഇതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഓഡ് നമ്പരും കാണണം. ഈ ഈവൻ നമ്പർ എത്ര എണ്ണം ഉണ്ടെന്നാ ചോദ്യം. അതിനെ ഫോളോ ചെയ്തൊരു ഈവൻ നമ്പർ കാണണം.
അതിന് മുമ്പിലായിട്ട് ഓഡ് നമ്പരും കാണണം. പ്രിസീഡഡ് ബൈ ആൻ ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒരു ഓടും 2 ഈവനും വരുന്ന രീതിയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അന്വേഷിക്കണം. ഒരു ഓട് 2 ഈവൻ എന്ന് വെച്ചാൽ 2 ഈവന്റെ ലെഫ്റ്റ് സൈഡിൽ ഓട് വരുന്ന എത്ര സെക്ഷൻ ഉണ്ടെന്ന് നോക്കണം. പിന്നെ ഒക്കെ എളുപ്പമല്ലേ? നിങ്ങൾ നോക്ക്, ദാണ്ട് ഇവിടെ തന്നെ ആദ്യം തന്നെ കിടപ്പുണ്ട്, കണ്ടോ? 2 ഈവൻ ഒരു ഓട്. ഈ 4 നമ്മുടെ ഈവൻ നമ്പർ 4. ഓക്കെ, 1. ആ 4ന്റെ ഇടത് സൈഡിൽ ഓഡ് നമ്പർ, വലത് സൈഡിൽ ഈവൻ നമ്പർ എന്നുവെച്ചാൽ ഒരു ഓടും 2 ഈവന്. പിന്നെ നിങ്ങൾ നോക്ക്, ദാണ്ട് ഇവിടെ ഉണ്ട് രണ്ടാമത്തത്, ഒരു ഓട് 2 ഈവൻ. ഓക്കെ, ഇങ്ങനെ പോകാൻ നേരത്ത് ഓരോ ഓഡ് നമ്പർ കിട്ടിയതിന് ശേഷം 2 ഈവൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ ഓടിന് ശേഷം 2 ഈവൻ ഇല്ല, ഈ ഓടിന് ശേഷം 2 ഈവൻ ഇല്ല, ഈ ഓടിന് ശേഷം 2 ഈവൻ ഇല്ല, ഈ ഓടിന് ശേഷം 2 ഈവൻ ഉണ്ട്. ദാണ്ട് കിടക്കുക. ഓക്കെ, വീണ്ടും നോക്ക്, ഈ ഓടിന് ശേഷം 2 ഈവൻ ഇല്ല, ഈ ഓടിന് ശേഷം 2 ഈവൻ കിടപ്പുണ്ട്. നടക്കുന്നു. ക്ലിയർ അല്ലേ? പിന്നെ ഇങ്ങനെ പോകാൻ നേരത്ത് ഈ ഓടിന് ശേഷം 2 ഈവൻ ഇല്ല, ഇതിന് ശേഷമില്ല, ഇതിന് ശേഷമില്ല, ഇതിന് ശേഷമില്ല. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 1, 2, 3, 4. ഈ ടിക്ക് ഇട്ടേക്കുന്നതാണ് നമ്മുടെ ഈവൻ നമ്പർ. അതിനെ ഫോളോ ചെയ്ത് ഈവൻ നമ്പർ ഉണ്ട്, അതിന് മുമ്പായിട്ട് ഓഡ് നമ്പർ ഉണ്ട്. അപ്പൊ 1, 2, 3, 4 ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ, 8ാമത്തെ ചോദ്യത്തിലോട്ട് നോക്കാം. ഇത് ഫുള്ള് വായിക്കണമെന്നില്ല. സെലക്ട് ചെയ്ത ഓഡ് 1. ഈ 4 ഓപ്ഷനിൽ ഓഡ് 1 ആരാന്നാ ചോദ്യം. ഓഡ് 1 നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ 120 എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. ഈ 10 കണ്ടോ? 10 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 3ന്റെ സ്ക്വയർ 9 + 1. 9 + 1 3ന്റെ സ്ക്വയർ + 1. ഈ 50 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, 50 എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ 49 അല്ലേ? 49നോടൊപ്പം 1 കൂട്ടുന്നതാ. 23ന്റെ സ്ക്വയർ നമുക്കൊന്ന് നോക്കാം. 23 × 23 3 9, 3 2 6, 3 2 6, 2 4, 9 6 12 1 529. 529നോടൊപ്പം 1 കൂട്ടുന്നത് 530. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഇത് 23ന്റെ സ്ക്വയർ + 1. സംഭവം മനസ്സിലായോ? 3ന്റെ സ്ക്വയർ 3 × 3 9, 1 കൂട്ടപ്പം 10. 23ന്റെ സ്ക്വയർ 529, 1 കൂട്ടപ്പം 530. 7ന്റെ സ്ക്വയർ 49, 1 കൂട്ടപ്പം 50. ഇത് മൂന്നും ഒരു സ്ക്വയർ നമ്പറിന്റെ തൊട്ടടുത്ത സംഖ്യ ആണെങ്കിൽ 120 ഒരു സ്ക്വയർ നമ്പറിന്റെ തൊട്ട് പിറകിലുള്ള സംഖ്യയാണ്. ഒരിക്കലും 119 ആണ് ഇതിന്റെ 120ന് മുമ്പിലുള്ളത്. 119 ഒരു സ്ക്വയർ അല്ല. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 11ന്റെ സ്ക്വയറെ -1 എന്ന് എഴുതാം. ഇതെല്ലാം സ്ക്വയർ നമ്പറിന്റെ തൊട്ടടുത്ത സംഖ്യയാണെങ്കിൽ ഇത് സ്ക്വയർ നമ്പറിന്റെ തൊട്ട് ബാക്കിലുള്ള സംഖ്യയാണ്. അപ്പൊ ഇയാൾ ഒറ്റയാണെന്ന് നമുക്ക് പറഞ്ഞൂടെ? അടുത്ത സംഖ്യ ഇത് ആഡ് ചെയ്യണം, 1 കൂട്ടണം. ഇതിനകത്തോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ 11ന്റെ സ്ക്വയർ അതിൽ നിന്ന് 1 കുറയ്ക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇയാൾ ഒറ്റയാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ഉത്തരം. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യം. ഇൻട്രൊഡ്യൂസിങ് ശിവാനി. അജയൻ സൈഡ്. ശിവാനിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അജയൻ പറയുന്നു. അജയൻ എന്തോ പറയുന്നേ? ദ ഓൺലി ഡോട്ടർ ഓഫ് ഹെർ മദർ. ദ ഓൺലി ഡോട്ടർ ഓഫ് ഹെർ മദർ. ബാക്കി പിന്നെ വായിക്കാം. ദ ഓൺലി ഡോട്ടർ ഓഫ് ഹെർ മദർ. ഹെർ എന്ന് പറഞ്ഞാൽ ശിവാനി. ശിവാനിയുടെ അമ്മയുടെ ഒരേ ഒരു മകൾ. ശിവാനിയുടെ അമ്മയുടെ ഒരേ ഒരു മകൾ ശിവാനി തന്നെ. അപ്പൊ എന്തു പറയുന്നേ? ശിവാനിയുടെ അമ്മ, ആ അമ്മയുടെ ഒരേ ഒരു മകൾ. നേരെ ശിവാനിയിലോട്ട് തന്നെ തിരിച്ചെത്തും. ശിവാനിയുടെ അമ്മ, അമ്മയുടെ ഒരേ ഒരു മകൾ ശിവാനി. ഈസ് ദ ഓൺലി ഡോക്ടർ ഓഫ് ഹെർ മദർ. അപ്പോൾ ദ ഓൺലി ഡോക്ടർ ഓഫ് ഹെർ മദർ എന്ന് പറയുന്നത് ആര് തന്നെ? ശിവാനി തന്നെ. ഓക്കെ, ഇപ്പൊ ശിവാനി എന്ന് വായിച്ചാൽ മതി ഇത്രയും സാധനത്തിന്. ശിവാനിയുടെ ഒരേ ഒരു മകളുടെ ശിവാനിയുടെ അമ്മയുടെ ഒരേ ഒരു മകൾ. അപ്പൊ ശിവാനി. അപ്പൊ ഇത്രയും സാധനം ശിവാനിയാണ്. ഈസ്, ശിവാനി ഈസ് ആകുന്നു, ശിവാനി ആകുന്നു. മൈ സൺസ് വൈഫ്, എൻ്റെ മകന്റെ ഭാര്യ. അപ്പൊ ഒന്ന് ആലോചിക്കണം, ശിവാനി ഭാര്യയാണ്. ആരുടെ? സൺസ് മൈ വൈഫ്. സൺസ് അതായത് ഒരു മകന്റെ വൈഫാണ്. ആരുടെ? മൈ സൺസ് വൈഫ്. ഈ ഈസ് എന്ന് പറഞ്ഞാൽ ശിവാനി. ശിവാനി ഈസ് മൈ സൺസ് വൈഫ്.
എൻ്റെ മകൻ്റെ വൈഫാണ് ശിവാനി. എൻ്റെ മകൻ്റെ വൈഫാണ് ശിവാനി, അതാ പറയുന്നത്. അപ്പൊ എൻ്റെ മകൻ ഇതാ നിൽക്കുന്നത്. ആരുടെ മകൻ? എൻ്റെ മകൻ. എൻ്റെ എന്ന് പറഞ്ഞാൽ ആര്? അജയനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അജയൻ. അജയന്റെ മകന്റെ വൈഫാണ് ശിവാനി എന്ന് പറയുന്നത്. അജയൻ പറയുക എൻ്റെ മകന്റെ വൈഫാണേ ശിവാനി, എൻ്റെ മകന്റെ വൈഫാ ശിവാനി എന്ന് അജയൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ശിവാനിയുടെ മരുമോളായി, അജയന്റെ മരുമോളാ ശിവാനി. ഓക്കെ, അജയന്റെ മരുമോളാ ശിവാനി, അവിടെ ഇരിക്കട്ടെ. ഹൗ ഈസ് ശിവാനി റിലേറ്റഡ് ടു? ശിവാനി റിലേറ്റഡ് ടു എന്ന് പറഞ്ഞാൽ ശിവാനി ആരാണെന്ന് വേണം പറയാൻ. ആരുടെ ആരാന്ന്? അജയന്റെ ആരാന്ന്. ശിവാനി അജയന്റെ ആരാ? അജയന്റെ മരുമോളല്ലേ, മരുമകൾ, ഡോക്ടറല്ല. ഓപ്ഷൻ ബി ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ, എങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഭാഗം ഫില്ല് ചെയ്യണം, അത്രയേ ഉള്ളൂ. അത് വായിക്കണമെന്നില്ലല്ലോ, ഇത് കാണപ്പോഴേ അറിയാം ഈ ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. നിങ്ങൾ ഓപ്ഷൻ നോക്ക്. എല്ലാത്തിൻ്റെ ആദ്യ ഭാഗം എസ് ആണ്, എന്നുവെച്ചാൽ നമ്മളുടെ ആദ്യത്തെ ലെറ്റർ എസ് ആണെന്ന് അർത്ഥം. ബാക്കി 2 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നടുക്കുള്ള ആളെ നോക്കാം. ആദ്യത്തെ ആളെ നോക്കേണ്ട കാര്യമില്ല, നടുക്കുള്ള ആളെ നോക്കിയാൽ മതി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, കാരണം ഇതാണല്ലോ കണ്ടെത്തേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഈ എക്സ് എന്ന് പറഞ്ഞാൽ 24ാമത്തെ ലെറ്ററാണ്. ഈ നടുക്കുള്ള ആളെ ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ 19ാമത്തെ ലെറ്ററാണ്. A1 B2 C3 അങ്ങനെ പോകുമ്പോൾ എസ് 19ാമത് വരും. എൻ എന്ന് പറഞ്ഞാൽ 14ാമത്തെ ലെറ്ററാണ്. ഐ എന്ന് പറഞ്ഞാൽ 9ാമത്തെ ലെറ്ററാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന നടുക്കുള്ള ആളെ കിട്ടണം. ഈ സീരീസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 24 19 കുറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര കുറഞ്ഞ്? 24 19 ആവണമെങ്കിൽ 5 കുറയണ്ടേ? അപ്പം 5 കുറഞ്ഞ്. 24 5 കുറയപ്പം 19 ആവും. 19 എത്ര കുറയപ്പോഴാണ് 14 ആവുന്നേ? അതും 5 കുറയപ്പോഴല്ലേ? 5 കുറയപ്പം 14 5 കുറയട്ടെ, 9 ആവും. ഓക്കെ, 9 5 14, 14 5 19, 19 5 24. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് 5 കുറയട്ടെ. 9 5 കുറഞ്ഞ എത്ര? 4 കിട്ടും. 4ാമത്തെ ലെറ്റർ ആര്? ABCD D. 4ാമത്തെ ലെറ്റർ ഡി. SD-യിൽ നിൽക്കുന്ന ഓപ്ഷനെ നിലനിർത്തിയിട്ട് ബാക്കി വിട്ട് SB വെട്ടി, SC വെട്ടി, SB വെട്ടി, ഒരേ ഒരു ഓപ്ഷൻ, ഓപ്ഷൻ സി ഉത്തരം. ഓക്കെ, ഇനി 3ാമത്തെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ടി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ SDT. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിനകത്തൊന്ന് കയറിയിട്ട് CSBയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. പിന്നെ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് എല്ലാം PSCയുടെ സിലബസ് തന്നെ. അപ്പോൾ ഏത് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരത്തില്ല. സിലബസ് എടുത്തിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്ക് കണ്ടാലും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഈ വരുന്ന ഞായറാഴ്ചയിലെ പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും.